ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജസ്റ്റ് റെഗുലർ ഗൈഡൻസ് നോക്കാം. നമ്മളുടെ അടുത്ത 1 വീക്കിൽ ഓക്കെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താ നോക്കാം. അടുത്ത 1 വീക്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക, എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്ന്, നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് നെക്സ്റ്റ് 1 വീക്ക് നമുക്ക് എന്തായിരിക്കും നോക്കാം. ഓക്കെ, 8 of Pentacles, Star, ഓക്കെ, മജീഷ്യൻ. വാവ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, വളരെ നല്ല കാര്യം. ഇവിടെ എനിക്ക് ആദ്യം തന്നെ കാണുന്നത് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്ന ചില കാര്യങ്ങളിൽ പഠിക്കാനാവാം, ജോലിയിലാവാം, ഓക്കെ, വേറെ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലും എടുക്കാം, നിങ്ങൾക്ക് വിരോധമില്ല. ഓക്കെ, എനിത്തിങ് നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ ഓക്കെ അത് യൂസ് ചെയ്ത് മാക്സിമം നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ, നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അതിൻ്റെ റിസൾട്ടായിട്ട് ആക്ച്വലി യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വളരെ നല്ല ബ്ലെസ്സിങ്സ് വരാൻ പോകുന്നു എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ടാലൻറ്റ് മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ജോലി, നിങ്ങൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു റെക്കഗ്നീഷൻ കിട്ടുന്ന രീതിക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിൽ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർ തിരിച്ചറിയുന്ന രീതിയിലും മാനിക്കപ്പെടുന്ന രീതിയിലും ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗ്രോത്ത് വരുന്ന രീതി കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ആഗ്രഹം, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ, നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ അഗെയിൻ വേൾഡ് വൈഡ് അറിയണം എന്ന രീതിക്കല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഓഫീസിലായാലും നിങ്ങളുടെ വീട്ടിലായാലും ഫാമിലിയിലായാലും കുറച്ച് പേരുടെ ഇടയിലായാലും ഓക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു മാനിക്കപ്പെടുന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങളുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും കിട്ടും. ആൻഡ് ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെ കൂടി ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷനാണ് നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയുള്ളത് മറ്റുള്ളവർക്ക് കൂടി ഒരു ഇൻസ്പിറേഷനായിട്ട് കൂടി മാറുന്ന രീതിയിലാണ്. നിങ്ങളോട് ഫെയ്ത്ത് വെക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സിനോട് നിങ്ങളും ഫെയ്ത്ത് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നില്ല, പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ മജീഷ്യൻ കൂടിയുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ എന്തും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ട ഒരു ലൈഫ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. സോ മാനിഫെസ്റ്റേഷൻ പവർ കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് നടക്കുക? നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് വിഷ് എഴുതിയിട്ട് യൂണിവേഴ്സിന് അയച്ചാൽ മാത്രം പോരാ, കത്തെഴുതിയാൽ മാത്രം പോരാ, അല്ലേ? നമ്മളിവിടെ അതിൻ്റെ വർക്ക് കൂടി നമ്മൾ ചെയ്യും വേണം. നമ്മൾ അതിൻ്റെ അലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മളും ചെയ്യണം. സോ ഇവിടെ നിങ്ങൾ അതിന് വേണ്ടി ഐ തിങ്ക് എഫേർട്ട് ഇടുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആവുന്ന ഒരു അവസരം കൂടി വരുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ നടക്കുമെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാൻ സാധിക്കും, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവുണ്ട് എന്നൊരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. മെയിൻലി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണ് നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് ഒരു റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മറ്റുള്ളവർ നിങ്ങളുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓഫീസിലായാലും നിങ്ങൾക്ക് ഓക്കെ നല്ല ആ വർക്ക് ചെയ്തതിൻ്റെ ഒരു തീർച്ചയായിട്ടും ഒരു ചെറിയ റിവാർഡെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കുറച്ചുകൂടി നിങ്ങൾക്ക് കുറേ പേരുടെ എനിക്ക് സ്റ്റാർഡമിലേക്ക് വരുന്ന രീതിക്കുമുണ്ട്. സ്റ്റാർഡം എന്ന് പറയുമ്പോൾ ഓക്കെ നിങ്ങളെ അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും നിങ്ങൾ കുറച്ച് പേരുടെ ഇടയിലെങ്കിലും നിങ്ങൾ അറിയപ്പെടുന്ന ഒരു രീതിയിലെങ്കിലും വരും തീർച്ചയായിട്ടും. ആൻഡ് വേറെ എന്തെങ്കിലും മെസ്സേജസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് ആയിട്ട് പറയുന്നുണ്ടോ എന്നുകൂടി നോക്കാം. വേൾഡ്, ഓക്കെ, അഗൈൻ റെക്കഗ്നീഷൻ്റെ കാര്യം എനിക്ക് 2 of Pentacles, ഓക്കെ, ഡ്രീമർ. നിങ്ങളുടെ ഡ്രീംസ് അഗൈൻ വിഷസ് നിങ്ങൾക്ക് ഫുൾഫിൽ ആവുന്ന രീതിക്കാണ് മെയിനായിട്ട് എനിക്ക് കാണുന്നത്. അത് വലിയ നല്ലൊരു കാര്യം. ഇവിടെ നിങ്ങളുടെ എന്ത് തന്നെ നിങ്ങളൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പ്രിപ്പയർഡ് ആവുന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് നല്ല റിവാർഡ് വരും. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. അഗൈൻ ഇവിടെയും സ്റ്റാർ നമ്മുടെ വിഷാണ്, ഇതും ഒരു ഡ്രീം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കാം. ഓക്കെ, സോ ആഗ്രഹങ്ങൾ നിങ്ങളോട് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. അതിനുവേണ്ടി എഫേർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വരും. ആൻഡ് ഇവിടെ വേൾഡ് അഗൈൻ റെക്കഗ്നീഷൻസ്, അക്കംപ്ലിഷ്മെൻറ്റ്, സെലിബ്രേഷൻ എല്ലാമാണ്. ഞാൻ എന്താണ് പറഞ്ഞത്, എവിടെയോ നിങ്ങൾ കുറേ പേരൊക്കെ മേ ബി യൂട്യൂബിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ കുറേ കൂടി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന കാര്യം തന്നെയാണ് എനിക്ക് കാണുന്നത്. മറ്റുള്ളവരെ തിരിച്ചറിയുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. വേൾഡ് ട്രാവലിംഗ് ആയിരിക്കാം. ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ ട്രാവൽ വരുന്ന പോലെയുണ്ട്. നിങ്ങളുടെ വർക്കിന് വേണ്ടി നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓക്കെ എവിടെയെങ്കിലും നിങ്ങളുടെ എനിക്ക് വീണ്ടും എനിക്ക് ഒരേ കാര്യം എൻ്റെ മനസ്സിൽ വരുന്നത്, നിങ്ങൾ അറിയപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. അത് ആ ഒരു പോയിന്റ് എനിക്ക് വല്ലാതെ വരുന്നുണ്ട്. സോ ട്രൈ ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇവിടെ 2 of Pentacles ഉണ്ട്. ലേശം
നിങ്ങളോട് ഒരു കാര്യം മാത്രം പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ ഇത് ആദ്യം തന്നെ എനിക്ക് മനസ്സിൽ വന്നതാണ്. നിങ്ങൾ വർക്ക് എന്ന് മാത്രം പറഞ്ഞിട്ടായി പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ മറ്റു കാര്യങ്ങൾക്ക് കൂടി നിങ്ങളുടെ ഒരു സമയം ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, വെറും വർക്ക് എന്ന് മാത്രമാവേണ്ട. ഓക്കെ, ഡ്രീംസ് ഉണ്ടെങ്കിൽ അതുകൂടി ഫോളോ ചെയ്യൂ എന്നായിരിക്കാം മേ ബി. ഓർ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് വെറും ജോലി അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കേണ്ട, ഫൈനാൻഷ്യൽ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, കുറച്ചൊക്കെ നിങ്ങളുടെ ലൈഫ് കൂടി എൻജോയ് ചെയ്യൂ എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ജഗ്ലിംഗ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാം കൂടി ബാലൻസിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ബാലൻസ് വരും എന്നുമായിരിക്കാം. ഓക്കെ, കുറച്ച് പ്രയോറിറ്റി നിങ്ങൾ എല്ലാ കാര്യത്തിനും, വേറെ കാര്യങ്ങൾക്കും, നിങ്ങളുടെ ലൈഫിൽ വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കൂ എന്നുകൂടിയാണ്. കുറച്ചുകൂടി പ്ലേഫുൾനെസ് ആണ് ഇവിടെ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞു, കുറച്ചുകൂടി ഒന്ന് എന്താണ്, ഓൾ വർക്ക് മാത്രമായി പോകണ്ട, കുറച്ച് കളി, കുറച്ചൊരു എൻജോയ്മെൻറ്റ് കൂടി ആവാം എന്നാണ്. ഓക്കെ, എല്ലാം ബാലൻസ്ഡ് വേണം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ അതിന് വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ കുറച്ചൊരു ബ്രേക്കും കൂടി എടുക്കും ഇടയിൽ. ഓക്കെ, നടക്കും, എല്ലാം നടക്കും, നിങ്ങൾക്ക് ഡോണ്ട് വറി. ഓക്കെ, ഓക്കെ, ആക്ഷൻ, ചേഞ്ച്, ഓക്കെ, പ്ലെഷർ, ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, ഫിയർ ആൻഡ് ദി അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, ഇവിടെ മെയിൻലി ആക്ഷൻ പറയുന്നുണ്ട്. സോ നിങ്ങളോട് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അത് മാനിഫെസ്റ്റ് ചെയ്യൂ എന്നാണ്. വെറുതെ മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ അതിനുവേണ്ടി ആക്ഷൻ കൂടി എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് ആക്ഷൻ എടുക്കാതെ വെറുതെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം. ഇതിവിടെ ഒരു അലാറം അടിക്കുന്നുണ്ട്. ഇവിടെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ചെറിയൊരു അലാം വരുന്നതാണ്. ഞാൻ കുറച്ചൊന്ന് പോസ് ചെയ്തിട്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാം, ബിക്കോസ് ഈ ഒരു സൗണ്ട് വല്ലാത്തൊരു സൗണ്ടാണ്. ഓക്കെ, ആ സൗണ്ട് ആക്ച്വലി ഇവിടുത്തെ എമർജൻസി വാർണിംഗ് സൗണ്ടാണ്. അതായത് എന്തെങ്കിലും നമുക്ക് എമർജൻസി, ഇവിടെ ഇപ്പോൾ സ്റ്റോമൊക്കെ ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ സ്റ്റോം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ മേജർ എല്ലാവരെയും സിറ്റി മുഴുവൻ അറിയിക്കാനുള്ള ഒരു അലാമാണിത്. എന്തെങ്കിലും സ്റ്റോം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ടോർണാഡോ ഒക്കെ ഇവിടെ വരാറുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു വാർണിംഗ് ആയിട്ട് അപ്പോൾ അവർ സിസ്റ്റം ചെക്കിംഗ് ആണ്. അത് മാസത്തിൽ ഒരു ദിവസം അവരൊരു ചെക്കിംഗ് ഉണ്ട്. അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചെക്കിംഗ് ആണ്. നമ്മൾ വാതിലും ജനലൊക്കെ അടച്ചിരുന്നാൽ പോലും ഈ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കും, നമ്മൾ വാർണിംഗ് ആണത്, നമുക്ക് എന്തെങ്കിലും പ്രിപ്പയർഡ് ആവാനുള്ള ഒരു വാർണിംഗ് പോലെ അടിക്കുന്നതാണ്. സോ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഓക്കെ, നിങ്ങൾ എത്രത്തോളം അത് കേട്ടു എന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്കത് വളരെ ഒരു ലൗഡ് സൗണ്ടാണ് ഇവിടെ. എനിവേ, ഓക്കെ, സോ ഇവിടെ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൂടി ചേർത്ത് പറയുകയാണ്. സോ മേ ബി എന്തോ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നു, നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കൂ എന്ന രീതിക്ക് എനിക്ക് തോന്നി. നിങ്ങൾ ബ്ലൂ മൂൺ സമയത്ത്, ഇപ്പം നമ്മുടെ ബ്ലൂ മൂൺ ഇപ്പോൾ കടന്നുപോയി, മെയ് ലാസ്റ്റിൽ നമുക്ക് ബ്ലൂ മൂൺ വന്നു പോയിരുന്നു, ഫുൾ മൂൺ വന്നു പോയിരുന്നു. സോ ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വെച്ചിരുന്നെങ്കിൽ ഐ തിങ്ക് അത് നടക്കാനുള്ള ഒരു സമയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ എവിടെയോ ഒരു അൺഎക്സ്പെക്റ്റഡ്, അതും ആ സമയത്ത് അലാറം അടിച്ചതും അത് ഞാൻ പ്രതീക്ഷയിൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു ആക്ച്വലി കേട്ടോ. സോ മേ ബി എവിടെയോ നിങ്ങൾക്കൊരു വാർണിംഗ് പോലെയാണ്. വാർണിംഗ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഒരു നല്ല വാർണിംഗ് പോലെ എടുക്കാം നമുക്കിവിടെ. നിങ്ങൾക്ക് നല്ലത് എന്തോ വരുന്നു എന്നുള്ള രീതിക്ക് എടുക്കാം. സോ അതുമായിട്ട് കണക്ട് ചെയ്തുകൂടി പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, ആൻഡ് ഇവിടെ ആക്ഷൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആക്ഷൻ എടുക്കുക. എന്താണോ വേണ്ടത് അതിന് ആക്ഷൻസ് എടുക്കൂ. ജസ്റ്റ് ആലോചിച്ചിരുന്നാൽ മാത്രം പോരാ, ടേക്ക് ആക്ഷൻ ടു. ഓക്കെ, ചേഞ്ച് എന്ന് കാണുന്നുണ്ട്. സോ മാറ്റങ്ങൾ വരുന്നു എന്ന രീതിക്ക് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നുണ്ട്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ എഫേർട്ടും എടുക്കണം, അതും മറക്കരുത്. ഓക്കെ, നമ്മൾ കാത്തിരുന്നാൽ മാത്രം പോരാ, മാറ്റങ്ങൾ വരും ചെയ്യും ഓട്ടോമാറ്റിക്കലി. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ആയിരിക്കാം, ചിലപ്പോൾ അതായിരിക്കാം വാർണിംഗ്, അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് ചില ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പോലെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ മേ ബി എന്തെങ്കിലും ചിലപ്പോൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ ഒരു വാർണിംഗ് ആയിരിക്കാം. ആൻഡ് ഇവിടെ പ്ലെഷർ ഉണ്ട്. സോ നിങ്ങളോട് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും വർക്ക് മാത്രമായിട്ട് പോകരുത്. ഓക്കെ, കുറച്ചൊക്കെ അവനവൻ്റെ സന്തോഷങ്ങൾക്ക് കൂടി പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടി കുറച്ച് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എന്നുകൂടിയാണ്. ആൻഡ് എനിവേ സന്തോഷം വരുന്നു എന്നുമായിരിക്കാം, പ്ലെഷർ വരുന്നു, സന്തോഷം വരുന്നു. ഫിയർ പറയുന്നുണ്ട്, നിങ്ങളുടെ പേടികൾ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വിടരുത്. ഓക്കെ, ഇവിടെ ഒരാളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, പേടിച്ചിങ്ങനെ ഇരിക്കുന്ന പോലെയുണ്ട്, ബട്ട് ഇവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പറക്കുന്ന പോലെയാണ്. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പേടികളെ മാറ്റിവെച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി പരിശ്രമിക്കൂ എന്നാണ്. അവർ തടഞ്ഞു, ഇവർ തടഞ്ഞു, മറ്റുള്ളവർ പറയും, അങ്ങനെ ഇങ്ങനത്തെ ചിന്തകളൊക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഓക്കെ, അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ഫിയർ, ഡോണ്ട് ലെറ്റ് ദ ഫിയർ സ്റ്റോപ്പ് യു. നിങ്ങളുടെ പേടികൾ നിങ്ങളെ തടയാൻ അനുവദിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അത് ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ ഫിയേഴ്സ് നിങ്ങൾ തന്നെ ഓവർകം ചെയ്യണം എന്നങ്ങനെയാണ്. ഓക്കെ, ആൻഡ് ഡ്രീംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങനെ നമ്മൾ ആലോചിച്ചിരുന്നാൽ മാത്രം പോരാ, അതിനുവേണ്ടി റിസ്ക് കൂടി എടുക്കേണ്ടി വരും, അതിനുവേണ്ടി ആക്ഷൻ കൂടി എടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും. ആൻഡ് നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.